പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. ഇന്നു മുതൽ ടോൾ പിരിക്കാനായിരുന്നു നീക്കം. CPIM-ഉം DYFI-യും വിഷയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. സച്ചിൻ ചേരുന്നു. സച്ചിൻ, എന്തായാലും പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ടോൾ പിരിക്കും പ്രദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന നിർദ്ദേശമായിരുന്നു ടോൾ കമ്പനി സമീപവാസികൾക്ക് നൽകിയത്. ഇതിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ല എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. CPM-ന്റെയും അതുപോലെ തന്നെ DYFI-യുടെയും നേതൃത്വത്തിൽ ശക്തമായ സമരമാണ് ഇവിടെ ഈ ടോൾ പ്ലാസയിൽ നടന്നുകൊണ്ടിരുന്നത്. മറ്റ് ജനകീയ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു. ഇപ്പോൾ നിലവിൽ CPM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം ടോൾ പ്ലാസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സർക്കാർ തലത്തിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ല എന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ടോൾ പ്ലാസയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരമാണ് ഇപ്പോൾ ടോൾ പ്ലാസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, ഈ പ്രദേശവാസികൾ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ പരിധിയിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും? ഇപ്പോൾ CPIM-ഉം DYFI-യും അതിശക്തമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് ടോൾ പ്ലാസയുടെ അധികാരികൾ തയ്യാറായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഇളവുകൾ? എത്ര പരിധിയിൽ? നിലവിൽ സമീപത്തെ 5 പഞ്ചായത്തുകളിലെ ആളുകൾക്കാണ് നിലവിൽ സൗജന്യമായി യാത്ര അനുവദിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ടോൾ പ്ലാസ 2022 മുതൽ ആരംഭിച്ചത് മുതൽ തന്നെ ഇത് നിലനിന്നിരുന്നു. ഇതാണ് ജൂലൈ 1 മുതൽ പിൻവലിക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള കരാർ കമ്പനി അറിയിച്ചിരുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ പിരിവ് തുക ഉള്ള ഒരു ടോൾ പ്ലാസ കൂടിയാണ് പാലക്കാട് പന്നിയങ്കരയിലുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായെന്നോണം 5 പഞ്ചായത്തിലെ പ്രദേശവാസികളുടെ ടോൾ പിരിവ് നടത്താനുള്ള നീക്കം ഇന്നു മുതൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇതാണ് CPM-ന്റെ അതുപോലെ തന്നെ DYFI നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്ന് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് CPM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. CPM-ന്റെയും DYFI-യുടെയും ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ടോൾ കമ്പനി പിറകോട്ട് പോയിരിക്കുന്നു. 5 പഞ്ചായത്തിലെ ഈ പന്നിയങ്കര പ്രദേശത്തെ 5 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഈ ടോൾ നൽകേണ്ടതില്ല.